നിങ്ങൾ വാതിൽ തുറന്നിട്ട് പ്രകാശത്തെ കാണാറുണ്ടോ? സൗന്ദര്യത്തെ കാണാറുണ്ടോ? സത്യത്തെ കാണാറുണ്ടോ? പകരം നിങ്ങളെല്ലാം ഇന്ന് കണി കണ്ടത്, നിങ്ങളുടെ മക്കള് കണി കണ്ടത് എന്താന്ന് ഞാൻ പറയുമ്പോ ഇതൊരു കൺവെൻഷൻ ആണെന്ന് മറന്നുകൊണ്ടല്ല പറയുന്നത്. എങ്കിലും ഞാൻ പറയുമ്പോൾ സത്യം നിങ്ങൾ അംഗീകരിക്കണം കേട്ടോ. നിങ്ങൾ ഇന്ന് കണി കണ്ടത് എന്താണ്? നിങ്ങളുടെ വീടിന്റെ മൂലക്ക് ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആ പ്രതിഷ്ഠയാണ് നിങ്ങൾ കണി കണ്ടത്. എല്ലാവരും അത് മത വ്യത്യാസമില്ലാതെ അതിന്റെ മുന്നിലാണ് ആദ്യം കുനിയുന്നത്. രാവിലെ നേരെ അങ്ങോട്ടാ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, യൂറോപ്യൻ ക്ലോസറ്റാ. യൂറോപ്യൻ ക്ലോസറ്റിന്റെ മുന്നിൽ നമസ്കരിച്ചിട്ടല്ലേ വാതിൽ തുറന്നിട്ട് പ്രകൃതിയിലേക്ക് വരുന്നുള്ളൂ. പ്രകൃതിയും മനുഷ്യനും ദൈവവും പരസ്പര പൂരിതമാകുന്നതാണ് മനുഷ്യന്റെ ദൈവവിശ്വാസം. പ്രകൃതിയും മനുഷ്യനും ദൈവവും വേറെ വേറെയല്ല, കാലത്തിന്റെ പ്രതിരൂപങ്ങളാണ്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. കേട്ടിട്ടുണ്ടോ? പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും പരസ്പര പൂരിതമാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ആ ഉദിച്ചു വരുന്ന പ്രകാശം, സൂര്യപ്രകാശം ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ ഉദിക്കുന്നതും ഇസ്രായേൽ ഉദിക്കുന്നതും ജെറുസലേമിൽ ഉദിക്കുന്നതും അമേരിക്കയിൽ ഉദിക്കുന്നതും മക്കയിൽ ഉദിക്കുന്നതും ഒറ്റ സൂര്യപ്രകാശമാണ്. ആ പ്രകാശത്തെ കാണുന്നതോടുകൂടി ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒറ്റ മതത്തിലേക്ക് ചേരുകയാണ്, ഒറ്റ ദൈവത്തിന്റെ മക്കളാവുകയാണ്. ആ പ്രകാശത്തെ കാട്ടിക്കൊടുക്കാറുണ്ടോ? ഇല്ല. അടഞ്ഞ വാതിലുകളല്ലേ നിങ്ങളുടെ വീട്ടിൽ? തുറക്കുവോ വാതിൽ? എപ്പോ കുളിയും ദേവാലയം ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോ വാതിൽ തുറക്കും, അപ്പൊ തന്നെ ടപ്പേ നടക്കും. നിങ്ങളുടെ മനസ്സാണ് അടക്കുന്നത്. ഹൃദയം തുറക്കൂ. അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ അയൽക്കാരനെ കാണണ്ടേ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ അയൽക്കാരനെ നോക്കണ്ടേ? വാതിൽ തുറക്കണ്ടേ? അയൽക്കാരനെ കാണുന്നില്ല, അവനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, പറയുന്നതൊക്കെ കച്ചറയാണ്. ആ അട്ടഹാസത്തിൽ നിന്നും എല്ലാം പറഞ്ഞിട്ട് കാട്ടാളന്മാര് സംസാരം പഠിച്ചു. പക്ഷെ സംസാരത്തിന്റെ ഒരു കുഴപ്പമെന്താ? ബൈബിൾ എഴുതി വെച്ചിട്ട്, ബൈബിൾ ഉണ്ടായിട്ട് 2 സഹസ്രാബ്ദം കടന്നു. ഇപ്പോഴും നമ്മളത് വായിക്കുന്നതിന്റെ കാരണം അന്ന് വെറുതെ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ, യേശുവിന്റെ അരുളപ്പാടുകൾ പറഞ്ഞിരുന്നു മാത്രമായിരുന്നെങ്കിൽ, ഇത് എഴുതി വെച്ചിരുന്നെങ്കിൽ നമ്മൾ അറിയുമോ? ശബ്ദത്തിന്റെ ഒരു പ്രശ്നം എന്താ? ഉണ്ടാവുമ്പോ തന്നെ ഇല്ലാതാവും. ഞാൻ ഇത്ര നേരം പറഞ്ഞെല്ലാം ഇവിടെ ക്യാമറയിൽ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കും. പണ്ടൊന്നും ക്യാമറ ഇല്ലല്ലോ. ശബ്ദം ഉണ്ടാവുമ്പോ തന്നെ ഇല്ലാതാവും. അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ എക്കോ ആയിട്ട് ഹലോ 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 എന്ന് പറഞ്ഞ് നിൽക്കില്ലല്ലോ. ഈ പരിമിതിയെ മുറിച്ചു കടക്കാനാണ് അന്നത്തെ കാട്ടാളന്മാര് പരിശ്രമം നടത്തിയത്. എന്താണ് പരിമിതിയെ മുറിച്ചു കടക്കാൻ എന്താ മാർഗം? ഇവിടുത്തെ എന്റെ ചിന്തകളും എന്റെ സൗന്ദര്യബോധവും എന്റെ വേദനകളും എന്റെ ഭാവനകളും നെയ്യാറ്റിൻകരയിലുള്ള ഒറ്റശേഖരമംഗലത്തുള്ള അഭിപ്രായം അമ്പൂരിയിലെത്തണമെങ്കിൽ അല്ലെ കണ്ണൂരിലെത്തണമെങ്കിൽ എന്ത് മാർഗം? 2025 പറയുന്ന കാര്യം 3025 എത്തണമെങ്കിൽ എന്ത് മാർഗം? അത് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തു ഈ കാട്ടാളന്റെ മുന്നിൽ. ഈ തൂവലെടുത്തിട്ട് ഈ കാട്ടാളിനെ ചോദിക്കുക, എന്തിനാവോ? ഏതിനാവോ? എന്തിനാണ് ഈ തൂവൽ? ഇത് ചോദിക്കാൻ ഭാഷയില്ല അവന്. ഭാഷ പുറത്തേക്ക് വരുന്ന വൈഖരി, ശബ്ദമായിട്ട് വൈഖരി പുറത്തേക്ക് വരുന്നതിന് മുമ്പ് 3 കാര്യം ഉള്ളിൽ നടക്കുന്നുണ്ട്. ഭാഷാശാസ്ത്രം പഠിച്ചവർക്കറിയാം. പരാ, പശ്യന്തി, മധ്യമ, അത് കഴിഞ്ഞിട്ട് 4ാമത്തതേ നമ്മൾ പറയുന്ന വൈഖരിയാവുന്നുള്ളൂ. പരാ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ വിശക്കുന്നു എന്നുള്ള ആശയം, വിശക്കുന്നു എന്ന വാക്കിലൂടെ അല്ലല്ലോ കുഞ്ഞിന് വിശക്കുമ്പോ കരയുന്നത്. ആ വിശപ്പെന്നത് പരയാണ്. എനിക്ക് മൂത്രമൊഴിക്കണം എന്നൊരു കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിലവിളിക്കും. നിലവിളിക്കുമ്പോ അത് പരയാണ്, അത് വാക്കുകളില്ല. അതെങ്ങനെ പ്രകടിപ്പിക്കണം? കരഞ്ഞുകൊണ്ട് പ്രകടിപ്പിക്കാൻ ഒരു മാർഗം കണ്ടെത്തുന്നു, പശ്യന്തി. അത് മറ്റൊരാൾ കേൾക്കാൻ വേണ്ടി ഒരു മാധ്യമം, ഒന്നുകിൽ ശബ്ദം അല്ലെ ചലനം ഉപയോഗിക്കുന്നു. അത് മാധ്യമമാണ്. അവസാനം പറയാൻ തുടങ്ങിയത് തൊണ്ടയിലെ സ്വനപേടകത്തിൽ നിന്ന് വൈബ്രേഷൻ പുറത്തേക്ക് വന്നിട്ട് ക്ക് എന്നത്, ക്ക് എന്നത് തൊണ്ടയിലെ ശബ്ദമല്ലേ, ക്ക്. അത് വായിലൂടെ പുറത്തേക്ക് വരുമ്പോ വാക്ക്. വാക്കെന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? ക്ക്, വായിലൂടെ പുറത്തു വന്ന വാക്ക്. അത് അന്തരീക്ഷത്തിലൂടെ തരംഗ രൂപത്തിൽ നിങ്ങളുടെ കർണപുടത്തിൽ പോയി താൻ വന്ന് പതിക്കുന്നത് വരെയുള്ള പ്രക്രിയക്ക് വൈഖരി എന്ന് പറയും. ഭാഷയിൽ പര, പശ്യന്തി, മധ്യമ, വൈഖരി 4 ഘട്ടങ്ങളുണ്ട്. അപ്പോ ഈ ഭാഷ കണ്ടുപിടിക്കുന്നതിന് മുമ്പും പരയുണ്ട്, ചിന്തയുണ്ട്, ആശയമുണ്ട്, ചിന്തയുണ്ട്. അപ്പൊ ഈ പക്ഷി എന്തിനാ തൂവൽ എനിക്ക് തന്നത് എന്ന് ഇവൻ പക്ഷിയോട് ചോദിക്കുന്നത് പരയിലാണ്.
അപ്പൊ പക്ഷി ചിറകടിച്ച് ചിലക്കുമ്പോ ഇവന് തോന്നി അത് എന്നോട് പറയുന്ന മറുപടിയാ. എന്താ? നിന്റെ ആശയങ്ങൾ വരച്ചു വെക്കിടത്തു മഷിയിൽ മുക്കിയിട്ട് വരച്ചു വെക്കണം, എന്നാ അതവിടെ കിടക്കും. തൂലികയാണ് ഞാൻ തന്നത്, ഈ തൂവൽ. അടുത്ത ചോദ്യം, അതിന് മഷി എവിടെ? അപ്പൊ കാറ്റത്ത് കദളിച്ചെടികൾ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടുന്ന കണ്ടപ്പോ ഇവൻ തോന്നി എന്നെ വിളിച്ചതാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അവിടെ പോയി. അപ്പൊ ബലമർമ്മരങ്ങളിലൂടെ ചെടി പറഞ്ഞു, എന്റെ കറുത്ത കായകൾ പിഴിഞ്ഞിട്ട് എടുത്തോ മഷി, എന്നിട്ട് എഴുതിക്കോ. അപ്പൊ മഷി കിട്ടി. ഏതിലാ എഴുതുക കടലാസില്ലല്ലോ. അപ്പോ നമ്മുടെ ഭാരതത്തിൽ പൂതണക്ക് എന്ന് പറയുന്നൊരു മരം ഉണ്ടായിരുന്നു. പൂതണക്ക്, മലയാളത്തിൽ പൂതണക്ക് എന്ന് പറയും, സംസ്കൃതത്തിൽ അതിന് ഭൂർജവൃക്ഷം എന്ന് പറയും. പൂതണക്കിന്റെ പ്രത്യേകത അതിന്റെ തൊലി കിഴങ്ങിന്റെ തൊലി പോലെ പല അട്ടി പൊളിച്ചെടുക്കാം. പൂതണക്ക് പറഞ്ഞ് എന്റെ തൊലി പൊടിച്ചിട്ട് ഉണക്കിയിട്ട് അതിൽ എഴുതിക്കോ. കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം നാടകം എഴുതിയത് പൂതണക്കിന്റെ തൊലിയിലാണ്. അതിന് സംസ്കൃതത്തിൽ പറയാ ഭൂർജപത്രം എന്നാണ്, ഭൂർജവൃക്ഷമാണ് പറഞ്ഞത്. എന്റെ തൊലി എടുത്തോ, അതിൽ എഴുതിക്കോ. മൂന്നായി എഴുതാൻ കടലാസ് കിട്ടി, ഊർജപത്രം. മഷി കിട്ടി, കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്ത്. തൂലിക കിട്ടി, പക്ഷി കൊടുത്ത തൂവല്. അടുത്ത ചോദ്യം, എന്താ എഴുതണ്ടെന്താ? ഇതിനെക്കുറിച്ചൊരു മനോഹരമായ കവിതയുണ്ട് മലയാളത്തിൽ, സ്നേഹാക്ഷരങ്ങൾ എന്ന ONV കുറുപ്പിന്റെ കവിത കേട്ടിട്ടുണ്ടോ? ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടിയതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. പ്രിയഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ, നീ എടുത്തുകൊള്ളുക. പറയൂ, ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം, ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഒടുവിലെ പക്ഷിയുമേതോ ശരമേറ്റ് ഹൃദയനഭസ്സിൽ പിടഞ്ഞു വീഴെ, ഇടവഴിയോരത്തെ കദളിപ്പൂച്ചെടി നിന്നൊരിടവും ഇന്നെന്റെ മറവിയായി. പ്രിയഭൂർജവൃക്ഷവും ഏതോ പുരാണത്തിൻ ചിത തിന്നൊരേട്ടിൽ പിഴുതടിഞ്ഞു. ഇനി എനിക്കെന്ത് തൂവൽ മഷി താളും, എന്തു ഞാൻ ആർക്കായി കുറിച്ചിടണ്ടു. ഉത്തരം കേട്ടു എങ്ങു നിന്നോ, എല്ലാം ഒരിത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. ഉത്തരം കേട്ടു എങ്ങു നിന്നോ, എല്ലാം ഒരിത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. അക്ഷരമുണ്ടായി, മനസ്സിലായി? ശബ്ദം അക്ഷരമായി, നാദം രൂപമായി, വചനം രൂപമായി. ആദിയിൽ വചനമുണ്ടായി. ഈ പാട്ടിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക് ആർക്കും? പാട്ട് എഴുതിയ ആള് തന്നെ അഭിനയിച്ച ഒരേ ഒരു പാട്ടാണ്. സിനിമാ മേഖലയിലുള്ള ആൾ ശ്രദ്ധിക്കേണ്ട, പാട്ട് എഴുതിയ ആൾ അഭിനയിച്ച ഒരേ ഒരു പാട്ടാ മലയാള സിനിമയിൽ. ആ പാട്ട് ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി. ആദിയിൽ വചനമുണ്ടായി എന്ന്. അത് എഴുതിയത് വയലാർ രാമവർമ്മയാണ്. ആ സിനിമയിൽ അഭിനയിച്ചതും വയലാർ രാമവർമ്മയാണ്. അയാളാണ് ഈ പാട്ട് പാടുന്നത്. അയാളെ ഈ പാട്ട് പാടുന്നത്. നാദം രൂപമാകുന്നു, രൂപമായി മാറി. ഓംകാരമായ ഒരു മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത്, ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ എന്ന് പറഞ്ഞിട്ടില്ലേ? ഓംകാരം എന്താ ഈ ഓംകാരം? ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു വലിയ കോളേജിൽ, സ്വാമിമാർ നടത്തുന്ന കോളേജിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടു. അപ്പൊ അവിടുന്ന് ഞാൻ സദസ്സിലുള്ളവരോട് ഓംകാരത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ചോദിച്ചു. ആർക്കും അറിയില്ല. അപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഓംകാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ്. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി. ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി. ഓംകാരം എന്താന്ന് ആർക്കും അറിയില്ല, അന്വേഷിക്കാറുമില്ല.
ഓം എന്ന് പറഞ്ഞാൽ പാസ്വേഡ് അല്ല. പ്രകൃതിയുടെ 3 നിയമങ്ങളാ ആ ഊ അം ചേർന്ന ഓം. അന്ന് ഹിന്ദുമതമൊന്നുമില്ല, ഈ ഓംകാരം ഉണ്ടാകുന്ന ഹിന്ദുമതമൊന്നുമില്ല. അന്നത്തെ ബുദ്ധിമാന്മാര് പറഞ്ഞതാണ്. ജനിക്കുക, ജീവിക്കുക, മരിക്കുക, ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക. അത് 3 ചേർന്നതാണ് ഓം. പിടിയോ? അതാണ് ഈ ഓം. ഓംകാരം അതാണ്. നാദമാണ്. നാദം രൂപമായി, ചിത്രമായി. ആ ചിത്രത്തിലൂടെ, അക്ഷരങ്ങളിലൂടെ, ആംഗ്യങ്ങളിലൂടെ, ബോഡി ലാംഗ്വേജിലൂടെ, വാക്കുകളിലൂടെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ ഗ്രാമവും നമ്മുടെ വീടും എല്ലാം സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? അത് ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ കുട്ടികളെല്ലാം ക്രൂരന്മാരാവാതെ, തിന്മയുടെ ആളാവാതെ നന്മയിലേക്ക് വരും. അതിനെന്താ വേണ്ടത്? സോഫ്റ്റനാവാതെ. സോഫ്റ്റന്റെ സ്പെല്ലിംഗ് എന്താ? SOFTEN. S for smile. പുഞ്ചിരിക്കാൻ അറിയണം. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു ആരാ? മനുഷ്യനാ. പക്ഷിമൃഗാദികൾക്കൊന്നും പുഞ്ചിരിക്കാൻ അറിയില്ല. നമുക്കൊന്ന് പുഞ്ചിരിച്ചൂടെ? മസിൽ പിടിക്കണം. എന്തിനാ മസിൽ പിടിക്കുന്നത്? നിങ്ങൾ നോക്കിയാട്ടെ, സ്ത്രീകൾക്ക് അറ്റാക്ക് കുറവല്ലേ? പുരുഷന്മാർക്കല്ലേ കൂടുതൽ അറ്റാക്ക്? എന്തുകൊണ്ടത്? സ്ത്രീകൾക്ക് ഹാർട്ടില്ലേ? എന്തുകൊണ്ടാണ് അറ്റാക്ക് കുറവ്? അവര് ചിരിക്കാനും കരയാനുള്ള ഒരു ചാൻസ് കളയില്ല. അതുകൊണ്ടാണ്. എൻ്റെ നാട്ടിലൊക്കെ 5 ട്രിപ്പ് കരയും. ഒരു മരണ വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രാവശ്യം കരയും. ഒന്ന് മരിച്ച ഉടനെ കരയും. പിന്നെ സമാധാനം ഈ കട്ടൻ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് അനിയത്തി വന്ന് അവള് കരയുമ്പോൾ കൂടെ കരഞ്ഞു കൊടുക്കണ്ടേ. പിന്നെ സഹോദരൻ വന്ന് അവനെ കാണുമ്പോൾ കരഞ്ഞ്, കുളിപ്പിക്കാൻ എടുക്കുമ്പോഴും കരഞ്ഞ്, കുഴിയിലേക്ക് കൊടുക്കുമ്പോൾ കരഞ്ഞ്. 5 ട്രിപ്പായി. പുരുഷന്മാർക്ക് എന്താ സങ്കടം വരില്ലേ? സങ്കടത്തിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ല. പക്ഷെ സങ്കടം പ്രകടിപ്പിക്കേണ്ട എങ്ങനെയാന്നുള്ള കാര്യത്തിലാണ് പ്രശ്നം. നമുക്ക് സങ്കടം പ്രകടിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കണ്ണും നോക്കി കണ്ണീരൊഴുക്കുക. കണ്ണീരൊഴുക്കുക. പക്ഷേ സൃഷ്ടിയിൽ പറ്റിയൊരു അബദ്ധം അറിയാമോ? 6-ാം ദിവസം മണ്ണാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ മൂക്കിനും കെയും കണ്ണിനും കൂടി ഒറ്റ കയറ്റിയെ പിടിച്ചു. കണ്ണിന്ന് വെള്ളം വരുമ്പോ ഓട്ടോമാറ്റിക്കായി മൂക്കിലൂടെ വെള്ളം വരും. അതാ പ്രശ്നം. അപ്പൊ മൂക്കിലെ വെള്ളം വലിച്ചു കയറ്റുമ്പോഴാണ് അറിയാ, എടാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിനാ കരയെന്ന്. അതുകൊണ്ട് പുരുഷന്മാരെന്ത് ചെയ്യും? സങ്കടം വന്നാൽ കരയാതെ വീഴുന്നു, നെഞ്ചു കെട്ടി ചത്തുപോയി. ചിരിക്കുകയും കരയുകയും ചെയ്യണ്ടേ? ചിരിക്കണം. സ്മൈൽ, സ്മൈൽ. പുഞ്ചിരിക്കുക. കഴിഞ്ഞ ഒക്ടോബർ 1 വയോജന ദിനം. വയോജന ദിനത്തിൽ എൻ്റെ നാട്ടിലെ സ്കൂളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം ആയിരുന്നു. എത്ര ആള് വന്നറിയാം. കാരണം അച്ഛനും അമ്മയും വിളിച്ചാൽ ഒന്നിക്ക് അച്ഛനല്ലേ അമ്മ, ആരും ഒരാളെ വരും. ഇത് അച്ഛൻ അമ്മയുണ്ട്, അച്ഛൻ അച്ഛനും ഉണ്ട്, അമ്മക്ക് അമ്മയുണ്ട്, അമ്മക്ക് അച്ഛനുണ്ട്. 4 ടീമില്ലേ? ഒരു കുട്ടിക്ക് 4 ആള് വന്നു. ഭയങ്കര പരിപാടി. അപ്പൊ ഹെഡ് ടീച്ചർ പ്രസംഗിക്കുക, മക്കളെ വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം കേട്ടോ. അപ്പൊ ടീച്ചർ സ്ഥിരം ക്ലീശേ ഒരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലൊരു കാലം പഴുത്തു വീഴുമെന്ന് ഓർക്കണം. അതുകൊണ്ട് ചിരിക്കരുത് കേട്ടോ. അപ്പൊ ഒരു പയ്യൻ, ടീച്ചറൊരു സംശയം എന്താ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ടിരിക്കുവോ? എന്തായാലും കുഴപ്പമില്ലേ? പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. സ്മൈൽ, പുഞ്ചിരിക്കൂ. മക്കളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ പഠിക്കും. പുഞ്ചിരി എന്ന് പറയുന്നത് പുറത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനമല്ല. ഹൃദയപുഷ്പം വിടരുന്നതാണ് പുഞ്ചിരി. പുഞ്ചിരിക്കൂ. ഓ ഓപ്പൺ ഹേഡ്, ഹൃദയം തുറക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ അടച്ചു വെച്ചാൽ എങ്ങനെ ദൈവത്തിന് കേടാൻ പറ്റും? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവക്കാരുണ്ട്. ഹൃദയം തുറന്ന് വർത്തമാനം പറയുന്നു. ദൈവം ഒരു ദിവസം അങ്ങനെ അങ്ങ് വരുമോ? ടോൾസ്റ്റോയ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ടോൾസ്റ്റോയുടെ യേശുവിനെ കാത്തുന്ന കഥയാണ്. യൂറോപ്പിലെ തണുത്ത തെരുവിൽ ചെരുപ്പ് കുത്തുന്ന ഒരാളായിരുന്നു മാർട്ടിൻ. ചെരുപ്പ് കുത്തി തളർന്നിട്ട് അവസാനം വേറെ ആരുമില്ലേ ഇയാൾക്ക് ആകെയുള്ളൊരു ബന്ധു കർത്താവ് മാത്രമാണ്. മുട്ടുകുത്തിയിട്ട്, കർത്താവേ നീ എന്റെ അടിയിൽ വരൂ കർത്താവേ, ഒരു ദിവസം എനിക്ക് മറ്റു ബന്ധുക്കളില്ല കർത്താവേ, എന്റെ വീട്ടിൽ വരൂ കർത്താവേ. എപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കരഞ്ഞ് കിടക്കും. എപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും രാവിലെ ചെരുപ്പ് കുത്തലെത്തുന്നു. അങ്ങനെ ഒരു ദിവസം വല്ലാതെ ജോലി ചെയ്ത് തളർന്നിട്ട് വീണ്ടും പ്രാർത്ഥിച്ച് അന്ന് കിടന്നപ്പോ രാത്രിയിൽ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. മാർട്ടിൻ എന്ന് വിളിച്ചു. അത് ഞാൻ വിചാരിച്ച ആൾ വന്നില്ല. ഇനി നീ എടുത്തോ, നീ കൊണ്ടുപോയിക്കോ, ഈ കുട്ടിയെ പുറക്കപ്പിക്കാതെ കൊണ്ടുപോയാൽ മരിച്ചു. അങ്ങനെ മാർട്ടിൻ അന്നത്തെ വരുമാനത്തിൽ കിട്ടിയ ചില്ലറ തുട്ടുകളും ആ സ്ത്രീ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് ഇതേ ഉള്ളൂ,
2 ദിവസം ഭക്ഷണം കഴിക്കേണ്ട വകയുണ്ടെന്ന് പറഞ്ഞ് കൊടുത്തു ആ സ്ത്രീ. മാർട്ടിൻ വീണ്ടും കർത്താവിനെ പ്രതീക്ഷിച്ചു. കർത്താവെ, ഇനി വന്ന തരാനൊന്നുമില്ല, എല്ലാം കൊടുത്തു പോയല്ലോ കർത്താവെ. രാത്രി വൈകിട്ടും കർത്താവ് വന്നില്ല. മാർട്ടിൻ വീണ്ടും രാത്രിയിൽ മുട്ടുകുത്തി കരയാൻ തുടങ്ങി. കർത്താവെ, ഇന്നലെ എന്നോട് പറഞ്ഞതല്ലേ നീ വരുമെന്ന്, എന്നിട്ട് നീ വന്നില്ലല്ലോ കർത്താവെ. കരഞ്ഞ് കരഞ്ഞ് മാർട്ടിൻ ആ ക്രൂശിത രൂപത്തിന്റെ മുന്നിൽ തളർന്ന് മയങ്ങി. രാത്രിയായപ്പോ വീണ്ടും പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. മാർട്ടിൻ, 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 കർത്താവെ വന്നില്ലല്ലോ, നീ പറഞ്ഞു പറ്റിച്ചല്ലോ കർത്താവെ. ആര് പറഞ്ഞു വന്നില്ലെന്ന്? ഞാൻ വന്നല്ലോ. ഞാൻ വന്നപ്പോൾ നിനക്ക് പുതക്കാൻ നീ കമ്പിളി പുതപ്പ് തന്നു, എനിക്ക് കുടിക്കാൻ കാബേജ് സൂപ്പ് തന്നു, എനിക്ക് ചായ സമോവറിൽ ചൂടോടെ ആറ്റി തന്നു. നീ എന്നെ വാക്കുകൾ പറഞ്ഞ് സാന്ത്വനിപ്പിച്ചു. ഞാൻ വന്നു, നിന്റെ ആതിഥ്യം സ്വീകരിച്ചു, എനിക്ക് തൃപ്തിയായി. മാർട്ടിൻ. പ്രകാശം അപ്രത്യക്ഷമായി. മാർട്ടിൻ മുട്ടുകുത്തി കുരിശു വരച്ചു. കഥ തീർന്നു. ഞാൻ വായിച്ച ഏറ്റവും നല്ല കഥകളിൽ ഒന്നാണ്. What is God? Love is God. God എന്ന് പറയുന്നത് പള്ളിയിലും രൂപത്തിലും ഇരിക്കുന്നതല്ല. ആണോ? അതല്ല. എന്റെ നാട്ടില് സെന്റ് ജോർജ് പുണ്യാളന്റെ വലിയൊരു പ്രതിമയുണ്ട്. ഒരു കോളയാട് ടൗണിൽ ഒരു സെന്റ് ജോർജ് അല്ലേ കുന്തോ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു, ഗീവർഗീസ് പുണ്യാളൻ. അപ്പൊ അവിടുന്ന് മത്തായി എന്ന് പറയുന്ന ഒരു ചുമട്ടുതൊഴിലാളി പത്രം വായിക്കുക, ശബരിമലയിൽ നടവരവ് 130 കോടി കവിഞ്ഞു. അപ്പൊ മത്തായി, എന്റെ പുണ്യാള, നീ ഇങ്ങനെ കുന്തോ പിടിച്ചു നിന്നോ, ആ കല്യാണം കഴിക്കാത്ത ചെക്കനത് ആ കുത്തിരുന്ന് പൈസ ഉണ്ടാക്കുന്നു. ശബരിമലയിൽ അയ്യപ്പനെ കുറിച്ചാ പറഞ്ഞു. പൈസ ഉണ്ടാക്കാനൊന്നുമല്ല ദൈവം. ആണോ? മാനവികതയുടെ പരകോടിയാണ് ദൈവം. മാനവികതയുടെ പരകോടിയാണ് ദൈവം. അപ്പൊ ഓപ്പൺ ഹേഡ്, ഹൃദയം തുറക്കൂ. മക്കളുടെ മുന്നിൽ ഹൃദയം തുറക്കൂ. നിങ്ങളുടെ ചങ്ക് തുറന്നു വെച്ചാൽ അവർ നിങ്ങളുടെ ചങ്കാവും. അവരുടെ ചങ്ക് നിങ്ങൾക്കും തുറക്കും. ഇത് നിങ്ങൾ തുറക്കാതിരുന്നിട്ടുണ്ടല്ലേ? വട്ടത്തിൽ ഇരിക്കാറുണ്ടോ? വീട്ടിൽ വട്ടത്തിൽ ഇരുന്നിട്ട് വർത്തമാനം പറയാറുണ്ടോ? വർത്തമാനം പറയുന്നത് എന്താ? എല്ലാം നെഗറ്റീവാ. അതാരാ പോകുന്നത്? കുഞ്ഞ് സബാസ്റ്റ്യൻ തീരെ മോശ, ബഷീറോ അയിലുംപൊക്ക, കുഞ്ഞിരാമൻ മഹാബദ്ധം, പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല, പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബദ്ധം, MLA അയ്യോ, മന്ത്രിമാരെല്ലാം ഭക്ഷണന്മാര്, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അയലും ഭീകരൻ, എല്ലാവരും മോശ. ലോകത്ത് ഒരാളെ ഉള്ളൂന്നല്ലേ? അതാരാ? ഞാൻ മാത്രം. ഞാൻ മാത്രമേ ലോകത്ത് നല്ലുള്ളൂ എന്ന ചർച്ച കേട്ട് 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 കുട്ടികളുടെ മനോഭാവം എന്താണെന്നറിയോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. നമ്മുടെ സംസ്കാരം തെരുവിൽ മരിച്ചു വീഴുന്നത് കണ്ടിരുന്നു നിങ്ങൾ? ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 400. അത് പ്രകൃതി ദുരന്തം. എന്നാൽ 2024 4217 മരണമുണ്ടായ ദുരന്തം നിങ്ങൾ ആരും ഓർമ്മയുണ്ടോ? മനസ്സിൽ 4217 മരണമുണ്ടായ ദുരന്തം പ്രകൃതി ദുരന്തമല്ല, മനുഷ്യ ദുരന്തമാണ്. എന്താ ദുരന്തം? റോഡപകടങ്ങളിൽ കഴിഞ്ഞ കൊല്ലം മരിച്ച 4217 ആളുകൾ. എങ്ങനെയാ മരിച്ചത്? വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ആയിട്ടല്ല, സ്റ്റിയറിംഗ് ബോക്സ് ബ്ലോക്ക് ആയിട്ടല്ല, എക്സിൽ മുറിഞ്ഞിട്ടല്ല. ഇത് ഓടിക്കുന്നവന്റെ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ അഹന്തയും അശ്രദ്ധയും കൊണ്ടാണ് ഈ മരണം മുഴുവൻ ഉണ്ടായത്. ഈ റോഡ് എന്റേതാ, ഞാൻ ഇഷ്ടമുള്ള സ്പീഡ് പോകും, ഞാൻ ഇഷ്ടമുള്ളിടത്ത് പാർക്ക് ചെയ്യും. റോഡിന്റെ വീതിയെ കുറിച്ച് പട്ടിക്ക് പോലും അറിയാം അല്ലേ? നിങ്ങൾ വീതി കുറഞ്ഞ റോഡിലൂടെ സ്കൂട്ടർ കൊണ്ടുപോകും, റോഡിന്റെ പകുതിക്ക് ഒരു പട്ടി കിടന്നിട്ടുണ്ട്. നിങ്ങൾ ഹോൺ അടിക്കൂ, പട്ടി അനങ്ങില്ല. കാരണം സ്കൂട്ടറിനെ കൊണ്ട് വീതിയാടെ ഉണ്ട്. എന്നാൽ തൊട്ട് പറയില്ല, കാറോ ലോറിയോ വന്നോക്കെ ഹോൺ അടിച്ചു നോക്കൂ, പട്ടി എഴുതിട്ട് മാറി തരും. കാരണം സ്കൂട്ടറിന്റെ വീതി കുറവാണെന്നും ലോറിന്റെ വീതി കൂടുതലാണെന്നുള്ള കണക്കാർക്കറിയാം, പട്ടിക്കറിയാം. അതുകൊണ്ടല്ലേ മാറി തരുന്നത്. എന്നാൽ നമ്മളെ കൂട്ടത്തിലുള്ള ഈ ചില, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അവർക്കറിയില്ല, കണ്ടെടുത്ത് ബൈക്ക് വെച്ച് പോകും. കണ്ടില്ലേ? ഒരു ചിന്ത, വേറെ ആൾക്ക് പോകണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവില്ല. എന്താണ്? ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ. ഇതാണ് ചർച്ച. ഇതാണ് നമ്മുടെ ആളുടെ മനോഭാവം. അത് പിന്നീട് കലാപമാവുന്നു. ഞാൻ മാത്രം ശരി, പിന്നെയോ എന്റെ കുടുംബം മാത്രം ശരി, പിന്നെയോ എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ ജാതി മാത്രം ശരി, എന്റെ മതം മാത്രം ശരി, എന്റെ രാജ്യം മാത്രം ശരി. ഇതിന്റെ പേരിലല്ലേ എല്ലാ കലാപവും ഉണ്ടാകുന്നത്?
സകല കലാപം ഉണ്ടാകുന്ന, യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഈ 5 ശരികൾ കൊണ്ടാണ്. ലോകത്തെ സകല തെറ്റും ഉണ്ടാകുന്നത് എന്റേത് മാത്രം ശരിയെന്ന മനോഭാവമാണ് അടിസ്ഥാനപരമായിട്ട്. പിന്നെ ചില കുട്ടികളുണ്ട്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, എപ്പോഴും പ്രാക്ക് കേൾക്കും. 50-ൽ 45 മാർക്ക് വാങ്ങി വന്ന് 45 ക്ഷയിക്കാനില്ല. ഏതാ 5 എണ്ണം കുറഞ്ഞ്, അതേതാ അറിയണ്ട, അതാ കിട്ടാത്ത 5-നാ വില. എപ്പോഴും പ്രാക്ക്. നാട്ടുകാർ ചോദിക്കും എങ്ങനെയുണ്ട് മകൻ പഠിപ്പ്? എന്ത് പഠിപ്പ്? മൊബൈൽ കൊണ്ടിരിക്കലല്ലേ, ഗെയിം കളിക്കലല്ലേ. നാട്ടുകാരുടെ മുന്നിൽ മക്കളെ കൊച്ചാക്കി അപമാനിക്കുന്ന ഭീകരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. രക്ഷത്തിൽ ഇത് കേട്ട് 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 കുട്ടികൾക്ക് തോന്നും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അപകർഷത. മൂന്നാമത്തെ ഒരു ടീമുണ്ട് കേട്ടോ, അവരാണ് ഈ ചെകുത്താൻ, കലി, ഇബിലീസ് എല്ലാം കൂടിയവരെന്ന് പറയുന്നത്. എന്ത്? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്കാം, നിങ്ങളും പോക്കാം, മൊത്തം പോക്കാം, നന്നാവില്ല ഈ ലോകം. അവരുടെ എണ്ണം കൂടുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ സംസ്കാരം കുറയുന്നത്. ഞാനും പോക്കാം, നിങ്ങളും പോക്കാം, മൊത്തം പോക്കാം. അതിനു പകരം നമുക്കെന്താ വേണ്ടത്? സുഗതകുമാരി ടീച്ചറുടെ ഒരു വരിയുണ്ട്, പരുക്കനാണ് ഈ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. ഇവിടെ പൂന്തോട്ടങ്ങളുണ്ട്, കാണിച്ചു കൊടുക്കണ്ടേ? ആ പൂന്തോട്ടങ്ങളെ കാണിച്ചു കൊടുക്കാൻ വട്ടത്തിൽ ഇരുന്നിട്ട് നന്മ പറയൂ, നല്ലത് പറഞ്ഞു കൊടുക്കൂ. ദോഷങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന വീട് വേണ്ട. അതുകൊണ്ട് ഓപ്പൺ ഹേഡ്, മനസ്സിലായില്ലേ? യെസ് സ്മൈൽ, ഓ ഓപ്പൺ ഹേഡ്. മൂന്നാമത്തത് അഹന്ത കുറക്കാൻ ഫോർവേഡ്ലി, മുന്നോട്ട് കുനിയൂ. ഒരു കൊച്ചുകുട്ടി വീട്ടിൽ വരും, ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാ, കുനിയൂല, വാമോളെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടിയെ എടുക്കാൻ പറ്റും. ഞാൻ കുട്ടിയിലേക്ക് താണാലല്ലേ കുട്ടി എന്നിലേക്ക് വരൂ. മുന്നോട്ട് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഒറ്റയൊരു സന്ധി മാത്രമേ പുറകോട്ട് മടക്കുന്നുള്ളൂ, അത് കാലിന്റെ മുട്ട. അതെന്തിനാ പുറകോട്ട് മടക്കുന്നത്? മുന്നോട്ട് ഓടാൻ വേണ്ടിയാണ് പുറകോട്ട് മടക്കി വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ അവയവങ്ങളും മുന്നോട്ടാ. എന്നിട്ടും നമ്മൾ പുറകോട്ട് വലരുക. ഞാൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുമ്പോ കുഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പൊ കുട്ടിയോട് ഇയാള് അടങ്ങി ജോസഫേ എന്ന് പറഞ്ഞ് മുട്ടായി വാങ്ങിക്കൊടുത്തു. മുട്ടായി വാങ്ങി കിട്ടിയിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ അടങ്ങി ജോസഫേ എന്ന് പറഞ്ഞിട്ട് ചായയും കടിയും വാങ്ങി കൊടുത്തു, എന്നിട്ട് കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ അടങ്ങി ജോസഫേ എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടമായി കൊടുത്തു. എന്തെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും കുട്ടി കരയുമ്പോഴല്ല ഇയാൾ അടങ്ങി ജോസഫേ എന്ന് പറഞ്ഞ് ഓരോന്ന് വാങ്ങിക്കൊടുക്കുക. അപ്പൊ കൂടെ ഒരാൾ നടക്കുന്നുണ്ട്, അയാൾക്കാണ് ക്ഷമ കെട്ടത്. ഇയാളോട് പറഞ്ഞു നിങ്ങളൊരു വല്ലാത്ത ക്ഷമ തന്നെ, ഞാനാണെങ്കിലില്ലേ ഇതിന് എന്തെങ്കിലും ചെയ്തു പോകും. എന്നിട്ട് കുട്ടിയോട് കൂടെ വന്ന ആള് തട്ടിക്കയറി, എന്താ ജോസഫേ നിനക്ക് വേണ്ടതെല്ലാം വാങ്ങി തന്നിട്ട് നീ എന്താ ജോസഫേ കരച്ചിൽ നിർത്താത്തത്? അപ്പൊ കുട്ടി എടുത്ത് നടക്കുന്ന ആള് പറയാ, അവന്റെ പേര് ജോസഫ് എന്നല്ല സൈമൺ എന്നാണ്. കുട്ടിയുടെ പേരെന്താ? സൈമൺ. പിന്നെ നിങ്ങൾ ആരോടാ ഈ അടങ്ങി ജോസഫ്? ആരാ ജോസഫ്? അയാൾ പറയാ, ജോസഫ് ഞാൻ തന്നെ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങി ജോസഫേ. അവനവനെ അടക്കണ്ടേ, മുന്നോട്ട് കുനിയണ്ടേ. ഫോർവേഡിൽ ടച്ച്, തൊടണം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വൈകാരികതയുടെ കേന്ദ്രം ത്വക്കല്ലേ. കണ്ണും മൂക്കും നാക്കൊന്നുമല്ല, ത്വക്ക, സ്പർശനം. പ്രത്യേകിച്ച് വയോജനങ്ങളെയും കുഞ്ഞുങ്ങളെയും തൊടണം. വയോജനങ്ങളെയും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണവും പത്രവും പാർപ്പിടല്ല, അവർക്ക് സ്പർശനമാണ് വേണ്ടത്. അപ്പോ അപ്പനും അമ്മൂമ്മക്കൊക്കെ അല്ല നല്ല ഭക്ഷണം, നല്ല പത്രം, നല്ല മരുന്നൊക്കെ വാങ്ങിക്കൊടുത്താൽ പോലെ അവരുടെ അടുത്തിരുന്നൊന്ന് കെട്ടിപ്പിടിക്കവരെ. വാത്സല്യം എന്ന് കുട്ടികളോട് വാത്സല്യം പ്രകടിപ്പിക്കുന്ന എന്താ? വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? വത്സം എന്ന് പറഞ്ഞാല് നെഞ്ച് എന്ന അർത്ഥം. വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നാണ് കേട്ടോ വാത്സല്യത്തിന്റെ അർത്ഥം. അവൻ തൊടണം. അത് ഭാര്യയും ഭർത്താവും തൊടണം. ഇരുട്ടത്ത് തൊട്ടാ പോരാ, വെളിച്ചത്ത് തൊടണം. മക്കളുടെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാർ പ്രണയിക്കുന്നത് കുട്ടികൾ കാണണം, പ്രേമിക്കട്ടെ. നമ്മൾ ഈ മലയാളികളുടെ തെറ്റിദ്ധാരണ കല്യാണം വരെ ഈ പ്രേമം പാടുള്ളൂ എന്നാ. കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു എന്ന് വാട്സപ്പിൽ അയക്കൂ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു തവണ പറഞ്ഞു ഐ ലവ് യു, ഐ ലൈക്ക് യു പറഞ്ഞു. എന്താ കല്യാണം കഴിഞ്ഞ ഐ ലവ് യു എന്നും ഐ ലൈക്ക് യു എന്നും പറയാത്ത? ഞാൻ കുന്നംകുളത്തൊരു ക്ലാസ്സിൽ കഴിഞ്ഞ മാസം ചോദിച്ചപ്പോ ഒരാൾ എഴുന്നേറ്റെന്ന് പറയാ, വിവാഹം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്നറിയോ? എന്താ, എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. അപ്പൊ എലക്ഷന്റെ തട്ടിപ്പായി ഐ ലവ് യു അല്ലേ? പരസ്പരം തൊട്ടുരുമിയിരുന്ന് പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുന്ന വീടുകൾ ഉണ്ടാവണം. ടച്ച് ഉണ്ടാവണം. ഹൃദയത്തിൽ തൊട്ട് വർത്തമാനം പറയണം, ശരീരത്തിൽ തൊട്ട് വർത്തമാനം പറയണം. ടച്ച്,
അടുത്തത് ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കണം. കണ്ണാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉറവിടം. അതിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ദൈന്യതകളും കാണാൻ പറ്റണ്ടേ? കണ്ണിലെ ആർദ്രത കാണണ്ടേ? ആ കണ്ണ് നിങ്ങളെല്ലാവരും എന്റെ കണ്ണിലേക്ക് നോക്കുന്നതുകൊണ്ടല്ലേ ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. നിങ്ങൾ എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ നിർത്തും. കണ്ണിൽ നോക്കൂ. ഐ കോണ്ടാക്ട് കണ്ണിലാണ് പ്രധാനം. നമ്മുടെ മഹാഭാരതത്തിലൊരു കഥയുണ്ട്. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനും അമ്മയ്ക്കും കഴിയാത്തതിന്റെ പേരിലാണ് യുദ്ധമുണ്ടായത്, അറിയുമോ? ധൃതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു രാജാവ് ജന്മനാന്ധന. ഇയാൾ വിവാഹം കഴിച്ച ഗാന്ധാരിയോട് അന്ധനാണെന്ന കാര്യം പറഞ്ഞിരുന്നില്ല. വിവാഹം പന്തലിൽ കയറിപ്പോഴാണ് ഗാന്ധാരി അറിയുന്നത് തന്റെ ഭർത്താവ് അന്ധനാണ്. അപ്പൊ തന്നെ ദേഷ്യം വന്ന് മന്ത്രകോടി കൊണ്ട് കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു, തന്റെ ഭർത്താവ് കാണാത്ത ലോകം ഇനി താനും കാണുന്നില്ല. 100 എണ്ണത്തിനെ പ്രസവിച്ചു ആണിനെ, ഒരു പെണ്ണിനെ. ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. 100 നല്ല കുട്ടികളായിരുന്നു. സുയോധനൻ എന്നായിരുന്നു പേര്. പക്ഷെ ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി. 100ന്റെ തോന്നിയവാസം കൊണ്ട് യുദ്ധമുണ്ടായി. 100 പടഞ്ഞു മരിച്ചു, 1 ബാക്കിയായില്ല. ഈ അച്ഛനും അമ്മയും മരിച്ചപ്പോ ഒന്ന് അടുത്തിരുന്ന് കരയാൻ ഒരാണ്ടരി ബാക്കിയായില്ല. 100 മരിച്ചിട്ട് പുത്രന്മാരുടെ മരണ ദുഃഖത്തിൽ കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വെന്ത് മരിച്ചു. ഭർത്താവിനോ കണ്ണ് കാണില്ല, ഭർത്താവിന്റെ കണ്ണാവണ്ടേ? പഴയൊരു പാട്ടോർമ്മയുണ്ടോ? കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടുന്നൊരു പാട്ട്. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. കണ്ണാവണ്ടേ? നിങ്ങൾക്കെല്ലാം കണ്ണുണ്ടായിട്ട് മക്കളുടെ കണ്ണിൽ നോക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണിൽ നോക്കണ്ടേ? ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത കയ്യിൽ മൊബൈല് അല്ലെ TV തുറന്നു വെച്ചു കാണും. TV കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണിയേ ഉള്ളൂ, ഭക്ഷണം കഴിക്കല്. കുഞ്ഞിന്റെ മാഷ ഒരു കവിതയുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടം, വായിൽ നിന്നുള്ള വഴി നാവിൽ ഉതെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടല്ലേ. രാത്രി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കരുത്ത് പോയി, ആരെങ്കിലും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടുവച്ചിട്ടില്ലല്ലോ, ഇത് കാണാപ്പാട. അപ്പൊ TV കണ്ടുകൊണ്ട് ഇതിങ്ങനെ നടക്കും. അതിന്റെ ഇടയിൽ കൂറ വീട്ടിട്ട് അത് മുളകാന്ന് വിചാരിച്ച് അത് ചേർത്ത് കുത്തുകയും ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് കണ്ണിൽ നോക്കി വട്ടത്തിൽ നിന്ന് വർത്തമാനം പറയും. മനസ്സിലായോ? ഐ കോണ്ടാക്ട്. അവസാനത്തിൽ ഞാൻ നോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള നമ്മുടെ വിശാല മനസ്സിന്റെ ബോഡി ലാംഗ്വേജ് ആണ് നോഡിങ്. തലകുലുക്കണം. ആ ശരിയാ, സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുക. ഒരാളെ സമ്മതിക്കൂല. ഞാൻ മാത്രം പറഞ്ഞ് ശരിയെന്ന അഹന്ത വേണ്ട. മക്കള് പറഞ്ഞാലും ശരിയാ പറഞ്ഞെങ്കിൽ ആ ശരിയാടാ മോൻ പറഞ്ഞത്. ഒന്ന് തലകുലുക്കി കൂടെ? അതിന് വെറുത്തേക്ക് ടാക്സ് ഒന്നും നടക്കുന്നുണ്ടല്ലോ. തലകുലുക്ക്, നോഡിങ്. നിങ്ങളുടെ വീട് ഡെമോക്രാറ്റിക് ആവണം. പരസ്പരം ചർച്ച ചെയ്യണം, ബഹുമാനത്തോടെ സംസാരിക്കണം. അച്ഛനും അമ്മയും ബഹുമാനത്തോടെ സംസാരിക്കണം. ഇത് ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ? അടിമ. ഭർത്താവ് ഏകാധിപതി അല്ലേ? എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. വലിയ സ്ത്രീ വിമോചനമൊക്കെ പറയും. ചെരുപ്പിട് പോലെയാ. ചെരുപ്പ് ഇട്ടിട്ട് നാട്ടിൽ നടക്കും, പക്ഷെ വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് ആദർശമല്ല, ചെരുപ്പ് പുറത്തയച്ചു വെക്കും. വീട്ടിൽ കയറുമ്പോ നമ്മൾ വെറും പഴയ. ഞാൻ ആലോചിക്കുക, ഒരു പരിചയമില്ലാത്തൊരു പെണ്ണ് നമ്മുടെ വീട്ടിൽ വന്ന് കയറി താമസിക്കുന്നില്ലേ? ആലോചിച്ചു. നമ്മൾ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലാണോ ഭർത്താവ് താമസിക്കുന്നത്? 1-2 ദിവസമല്ലേ നിൽക്കൂ. ഭാര്യാഗൃഹേ പരമസുഖേ 10 ദിനേ പട്ടി സമയം എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് പോവില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ, ഞാൻ ഭാര്യ വീട്ടിൽ മാസത്തിൽ 2 തവണയെ പോകും. പോയാലും ഒരു 15 ദിവസം അവിടെ നിൽക്കും. മാസത്തിൽ 2 തവണയെ പോകും, പോയാലും ഒരു 15 ദിവസം അവിടെ നിൽക്കും. അപ്പൊ പിന്നെ അവിടെ തന്നെയല്ലേ. ഇത് പോന്നാന്ന് പറയാതിരിക്കാൻ മടിച്ചിട്ടാ. ഞാൻ പറഞ്ഞു വന്നത്, അവള് നമ്മുടെ വീട്ടിൽ വരുന്നു, ഒരു പരിചയമില്ലാത്ത വീട്ടിൽ വരുന്നു, എന്റെ വസ്ത്രം അലക്കുന്നു, എനിക്ക് ഭക്ഷണം ഉണ്ടായി തരുന്നു. എന്തൊരു അത്ഭുതമാണ്! എന്തിന്റെ കാര്യത്തിനാണ് അവളിങ്ങനെ ജോലി ചെയ്യുന്നില്ല? എന്നിട്ട് എന്റെ കുഞ്ഞിനെ
ഗർഭിണിയായി പ്രസവിച്ച് 10 മാസം ചുമന്ന് വേദന അനുഭവിച്ച് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിന് മുല കൊടുത്ത് വളർത്തിയെടുക്കുന്ന ആ സ്ത്രീ എന്ന് പറയുന്ന, ആ ഭാര്യ എന്ന് പറയുന്ന മഹത്വം ഇല്ലേ, ആ മഹത്വത്തെ കാണുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ഭക്തി ഉണ്ടായിട്ടെന്താ കാര്യം? പരസ്പര ബഹുമാനം വേണ്ടേ? സ്നേഹം വേണ്ടേ? അവരെ ബഹുമാനിക്കണ്ടേ? ആ പരസ്പരം. അല്ലാതെ ഞാൻ ആജ്ഞാപിക്കുന്നു നീ അനുസരിക്കുക എന്ന മനോഭാവം. ഇപ്പോഴും ഞാനൊരു സത്യം പറയട്ടെ, ആരും എന്നോട് ദേഷ്യം വരണ്ട. കേരളത്തിലെ 67% പുരുഷന്മാരും അവനവന്റെ അണ്ടർവെയർ വരെ അലക്കാത്ത ടീമാണ്. അത് ഭാര്യനെ ഏൽപ്പിക്കും, പെങ്ങളെ ഏൽപ്പിക്കും, അമ്മേനെ ഏൽപ്പിക്കും. അണ്ടർവെയർ വേറെ ആളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികളാണ് അലക്കാൻ വേണ്ടി. ഇപ്പൊ ചില ആൾ വിചാരിക്കുന്നുണ്ട് ഇയാളെ വിളിച്ച ആപത്തായല്ലോ അല്ലേ? ആ ബഹുമാനം കുടുംബത്തിൽ കാണിക്കണം. അപ്പൊ സോഫ്റ്റ് ആൻഡ് സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ 2 പോയിന്റ് ആയിരുന്നു. ഇനി 3 പോയിന്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ സമയമായി. മനുഷ്യനായതിൽ 1 നമ്പർ 1 ചിന്തയാണ്, 2 സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷനാണ്, 3 അധ്വാനമാണ്. പണിയെടുക്കണം, വേർപ്പൊഴുക്കണം. വേർപ്പൊഴുക്കാതെ വേദാന്തം പ്രസംഗിച്ചാൽ പോരാ, ഗോതമ്പം കൃഷി ചെയ്യണം. ഒരു പണിയെടുക്കാതെ നടക്കുക കുറെ ആളുകൾ. പണിയെടുത്ത് ജീവിക്കും. മനുഷ്യനാണ് ഉണ്ടാക്കി ഉണ്ണുന്നവൻ. വിത്തുകൾ വിതയ്ക്കണം, കൊയ്യണം. അതാണ്. അധ്വാനിക്കണം, വേർപ്പ് തുള്ളി ഒഴുക്കണം. അമ്പലത്തിലിരിക്കുന്ന പൂജാരിയോട് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞൊരു വാക്കുണ്ട്, അതിന് നോബൽ സമ്മാനം കിട്ടി. അറിയാമോ? ഭാരതത്തിൽ ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയത് സന്യാസിയോട് പൂജാരി ടാഗോർ പറയാ, ഭജനം പൂജനമാരാധനയും സാധനയും ഹേ നിർത്തുക സാധോ, നിജ ദേവാലയ മൂലയിലെന്തിനിരിക്കുന്നോ നീ രുദ്ധ കവാടം, വൃതമിരുട്ടിൽ നിഗൂഢമിരുന്ന് നീ ധ്യാനിക്കും ദൈവതമവിടെ നിലകൊൾവീല നിമീലിതലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ. ദൈവം ദേവാലയത്തിന്റെ അകത്തൊന്നല്ല ഇരിക്കുന്നത്. എവിടെയാ ദൈവം? കരിതില മുഴുവ കർഷകരോടും. അധ്വാനിക്കുന്നവനെ, ഭാരം ചുമക്കുന്നവനെ, അല്ലെ, മത്സ്യം പിടിക്കുന്നവനെ, നീ എന്റെ അരികിൽ വരുന്നല്ലേ പറഞ്ഞ അല്ലെ? കരിനില മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളരോടൊത്തും ചേർന്നമരുന്നു ദൈവം മണ്ണാർ തിരു കൈകളിലും. കൂടെ ചെളിയിലിറങ്ങൂ, കളയൂ ശുഭ്രം വസ്ത്രം, കൊതിയോ മുക്തിയിൽ, മുക്തിയിരിക്കുവതെവിടെ, നിനക്കെന്നത് കിട്ടും സംസ്കൃതിയോട് സാക്ഷാൽ പ്രഭുവും സർഗത്തുടലാൽ കെട്ടുപിണഞ്ഞു കിടപ്പൂ. സൃഷ്ടിയുടെ ചങ്ങലയിൽ സാക്ഷാൽ പ്രഭുവുണ്ട്. മതിനിന്ധ്യാനം മാറ്റൂ പൂജാപാത്രം, വസ്ത്രം കീറി മുഷിഞ്ഞതു മതി, നീ അദ്ദേഹത്തോട് കർമ്മപ്രതിയായി ചേരൂ. വേർപ്പൊഴുകട്ടെ, വേർപ്പൊഴുകട്ടെ, വേർപ്പൊഴുകട്ടെ. വേർപ്പൊഴുക്കുന്നവന്റെ അടുത്താ ദൈവം. വേർപ്പൊഴുക്കുന്നവന്റെ അടുത്താ ദൈവം. അധ്വാനിക്കണം. 4-മത്തത് പങ്കുവെക്കണം. അയൽക്കാരനെ സ്നേഹിക്കണം. ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിയതൊന്നും തന്നെ നമ്മൾ വരുമ്പോ കൊണ്ടുവന്നതല്ലോ. ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ അതിന്റെ ഭൗതിക വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതെനിക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. തേന തെക്തേന ഭുഞ്ചീത എന്നൊരു ശ്ലോകമുണ്ട് ഈശാവാസ്യോപനിഷത്തിൽ. നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, കൊടുത്തിട്ട് തിന്നുക. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ അനുശോചന യോഗത്തിൽ 75 വയസ്സിനിടയിൽ ഈ മലയാളി 125 കിൻഡൽ എന്ന് പറഞ്ഞ 50 കിലോന്റെ 250 ചാക്ക് അരി തിന്നിട്ടാ മരിച്ചെന്ന് ആരെങ്കിലും അനുശോചന യോഗത്തിൽ സംസാരിക്കും? ഒരു മലയാളി തിന്ന ചോറിന്റെ കണക്കാട്ടോ. 75 വയസ്സാകുമ്പോഴേക്കും ഒരു മലയാളി 50 കിലോന്റെ 250 ചാക്ക് അരി തിന്ന് തീർക്കും. ആരും പറയാറില്ല. പക്ഷേ ആ കോവിഡ് വന്നപ്പോ വീടുകളിൽ കിറ്റ് കൊടുക്കാൻ, അല്ലേ, കമ്മ്യൂണിറ്റി കിച്ചണിന് 5 ചാക്ക് അരി ഇയാൾ ഫ്രീ കൊടുത്തിട്ടുണ്ട്. അത് പറയും. കൊടുത്തതേ കണക്കുള്ളൂ, എടുത്തത് കണക്ക് പറയാറില്ല ആരും. അതുകൊണ്ട് പങ്കുവെക്കുക. 4-മത്തത് സൂക്ഷിച്ചു വെക്കുക, നശിപ്പിക്കാറില്ല. ഭാവി വേണം. അടുത്ത തലമുറക്കായിട്ട് നന്മയും ആശയങ്ങളും അറിവുകളും
സമ്പത്തും സൂക്ഷിച്ചു വെക്കണം. പക്ഷിമൃഗാദികൾക്കില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, അവർക്ക് ഭക്ഷ്യസാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാറില്ല. നമ്മളാണ് ഉണക്കി സൂക്ഷിക്കുന്നത്, ഉപ്പിലിട്ട് വെക്കുന്നത്, അച്ചാറിട്ട് വെക്കുന്നത്. നമ്മളാണ് സമ്പത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ധൂർത്തടിക്കരുത്. നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മുടെ വയറ്റിൽ പോകാത്ത ഓരോ വറ്റും നമ്മുടേതല്ല. അത് ധൂർത്തടിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഇപ്പൊ നടക്കുന്നത് കേക്ക് മുറി, ജന്മദിനാഘോഷ കേക്ക് മുറി തിന്നാനല്ലോ, മുഖത്തൊരക്കാനും എറിയാനൊക്കെയാണ്. ഒരു കഷ്ണം കേക്കില്ലാതെ, ഒരു കഷ്ണം കേക്കിന് വേണ്ടിയിട്ട് ആ യുദ്ധഭൂമിയിലെ കുട്ടികൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്, ഒരു കഷ്ണം ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മളിങ്ങനെ ആഘോഷമാക്കുന്നത്. പങ്കുവെക്കണം, സൂക്ഷിച്ചു വെക്കണം, നശിപ്പിക്കരുത്. ഈ 5 ഘടകങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ സംസ്കാരം ഉണ്ടാവും. ഒരു ഗ്രാമത്തിന്, ഒരു ദേശത്തിന്, ഒരു കാലത്തിന്റെ സംസ്കാരം നിശ്ചയിക്കുന്നത് ആ കാലത്തിന്റെ ചിന്തകൾ. 2 ആശയവിനിമയം, 3 അധ്വാനം, 4 പങ്കുവെക്കൽ, 5 സൂക്ഷിച്ചു വെക്കൽ. കാട്ടാളത്വത്തിൽ നിന്ന് മനുഷ്യനായത് ഈ 5 ഘടകങ്ങളിലൂടെയാണ്. ഈ 5 ഘടകങ്ങളും വളർത്തിയെടുക്കാൻ നിങ്ങൾ ഈ കൺവെൻഷനിലൂടെ മാറ്റമുണ്ടാകണം. നമ്മുടെ കൂടെ നമ്മളാ മാറുന്നത്, നാട് മൊത്തം മാറട്ടെ. ലോകത്ത് മുഴുവൻ ഒരുപാട് ദുഷ്ടതയും യുദ്ധങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ മാത്രം നന്നായിട്ടെന്താ എന്ന നിലപാടാ ചില ആളുകൾക്ക്. മർച്ചന്റ് ഓഫ് വെനീസ് എന്ന ഷേക്സ്പിയറുടെ നാടകം കണ്ടു. മർച്ചന്റ് ഓഫ് വെനീസ്, ഷൈലോക്ക് എന്ന് പറയുന്ന കൊള്ള പലിശക്കാരൻ, പിടിച്ചു മറിച്ച് പലിശ വാങ്ങുന്നവൻ. അപ്പോഴാണ് അന്റോണിയോവിനെ കണ്ടുകൂടാ ഷൈലോക്കിന്. കാരണം അന്റോണിയോ പലിശ വാങ്ങാതെ വായ്പ കൊടുക്കുന്ന ആയതുകൊണ്ട് ആ പലിശ ഇയാൾക്ക് നഷ്ടമല്ലോ. അന്റോണിയോവിന്റെ ഒരു സുഹൃത്തുണ്ട് ബൊസാനിയോ, നിത്യദാരിദ്ര്യ. എപ്പോഴും അന്റോണിയോവിന്റെ അടുത്ത് വായ്പ വാങ്ങും, തിരിച്ചു കൊടുക്കും, വായ്പ വാങ്ങും, തിരിച്ചു കൊടുക്കും. ഒരു ദിവസം ബൊസാനിയോ വന്നിട്ട് പറഞ്ഞു, ഒരു പഴയ കപ്പൽ വിൽക്കുന്നുണ്ട്, ആ കപ്പൽ ഞാൻ വാങ്ങി എന്റെ ദാരിദ്ര്യം തീരും, അതുകൊണ്ട് നീ അതിന് വാങ്ങാൻ എനിക്ക് പൈസ തരണം. അത്ര പൈസ കൊടുക്കാൻ അന്റോണിയോവിന്റെ കയ്യിലില്ല. നിർബന്ധം മുറുകിയപ്പോ അന്റോണിയോ ഈ ഷൈലോക്കിന്റെ അടുത്ത് പോയിട്ട് പൈസ ചോദിച്ചു. ഷൈലോക്കിന് സന്തോഷമായി, ഇവൻ വന്നല്ലോ കൊടുക്കാൻ. പക്ഷെ എഗ്രിമെന്റ് ഒപ്പുവെക്കണം. അങ്ങനെ എഗ്രിമെന്റ് എല്ലാം ഒപ്പുവെച്ചു പൈസ കൊടുത്തു. ഒന്നും വായിച്ചു നോക്കിയിരുന്നില്ല. നമ്മളും ഇപ്പൊ എത്ര വലിയ പ്രൊഫസർമാരായാലും ബാങ്കിൽ നിന്ന് ലോണിന് പോയാൽ എക്സ് എന്നുള്ളിടത്തെല്ലാം ഒപ്പിടും. എന്തായാലും എഴുതിയെന്ന് വായിക്കൂല, ജപ്തി വരുമ്പോ വായിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്റോണിയോ ഒപ്പുവെച്ചു, കാശ് വാങ്ങി ബൊസാനിയോന് കൊടുത്തു. ബൊസാനിയോ കപ്പൽ വാങ്ങി. കപ്പൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കടലിൽ കാണുന്നില്ല. കപ്പൽ എഴുതിയോ പോയി, കാണാതായി പോയി. കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കോടതിയിൽ പോയി ഷൈലോക്ക്. അന്റോണിയോവിനെ കോടതി വിളിപ്പിച്ചു. അന്റോണിയോ, നിങ്ങൾ കാശ് വാങ്ങിയോ? വാങ്ങി. തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചില്ലേ? വെച്ചു. അപ്പൊ എഗ്രിമെന്റിൽ വ്യവസ്ഥ നടപ്പിലാക്കാം. അപ്പൊ തന്നെ ഷൈലോക്ക് എഗ്രിമെന്റ് വ്യവസ്ഥ നടപ്പിലാക്കി. എന്താ? അന്റോണിയോവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ മാംസം മുറിച്ചെടുക്കണം. അതാണ് പരിഹാരം. ഒരു റാത്തൽ മാംസം മുറിച്ച ഇയാൾ ബാക്കിയാവോ? കൊല്ലുന്നർത്ഥം. കത്തിയെടുത്തിട്ട് കോടതിയിൽ കൊലപാതകം നടക്കാൻ പോവാ. എല്ലാവരും ഞെട്ടിത്തിരിച്ചു നിൽക്കുക. കോടതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. വിധിയല്ലേ, നിയമമല്ലേ. അപ്പോഴാണ് താടി മീശ വെച്ച ഒരു വക്കീൽ കയറി വന്നിട്ട് വിധി പഠിച്ചു. കറക്റ്റായ വിധിയാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നം, മാംസം മുറിക്കേണ്ട കാര്യം ഈ അഗ്രിമെന്റിൽ പറയുന്നുള്ളൂ, രക്തത്തിന്റെ കാര്യം പറയുന്നില്ല. രക്തം പോകാതെ മാംസം മുറിക്കണം. രക്തം പോകാതെ മാംസം മുറിക്കണം. പറ്റുമോ? അപ്പൊ കോടതി പറഞ്ഞു, ശരിയാ, രക്തം പോകാതെ മാംസം. അത് നടക്കുമോ? ഇന്ന് ഓപ്പറേഷനിൽ കത്തിക്ക് ഒരു മരുന്ന് പറ്റി രക്തം പോകാതെ മാംസം മുറിക്കുന്ന സൂത്രമുണ്ട്, അന്നില്ല. അപ്പോ ഷൈലോക്ക് പറഞ്ഞു, എന്നാ പിന്നെ പൈസ എപ്പം തന്നാ മതി. പൈസ എനിക്ക് തരാൻ പറ്റില്ല, വിധി നടപ്പിലാക്കിയുള്ളത്. രക്തം പോകാതെ മാംസം മുറിക്കും. അത് പറ്റാതെ ഷൈലോക്ക് തളർന്നു. അന്റോണിയോ ബൊസാനിയോവിനെ കെട്ടിപ്പിടിച്ചു. ആരാ തന്നെ രക്ഷിച്ച വക്കീല്? ആ വക്കീൽ ഉടനെ പോയി കളഞ്ഞു. ഈ വക്കീലിനെ അന്വേഷിച്ചു പോയി. ആ വക്കീലിനെ കണ്ടെത്തിയപ്പോ മനസ്സിലായി, താടിയും മീശയും വെച്ച ബൊസാനിയോവിന്റെ ഭാര്യ പോർഷ്യയായിരുന്നു ആ വക്കീൽ. പോർഷ്യ തന്റെ ഭർത്താവിനെ സഹായിച്ച സുഹൃത്തിന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ പോർഷ്യക്ക് തോന്നിയ ഒരു ബുദ്ധിയായിരുന്നു അത്. ഞാൻ ഈ കഥ പറഞ്ഞത് എന്തിനാണ് പറയുക? അതിലൊരു സംഭാഷണം. പോർഷ്യയും അന്റോണിയും ബൊസാനിയും കൂടി വർത്താനം പറയാൻ. അപ്പൊ അന്റോണിയും ബൊസാനിയും പറഞ്ഞു, പോർഷ്യയെ, ഷൈലോക്കുമാര് ലോകത്തിങ്ങനെ വളരുക, പണത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവർ. ഇപ്പൊ മന്ത്രം അതല്ലേ, പണോർ ബ്രഹ്മ, പണോർ വിഷ്ണു, പണോർ ദേവോ മഹേശ്വര, പണം സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ പണമേ നമ എന്ന മന്ത്രം. ഈ ഷൈലോക്കുമാര് വളരുമ്പോ നമ്മൾ വിചാരിച്ച ഈ ലോകത്തെ നേരെയാക്കാൻ പറ്റുമോ പോർഷ്യേ എന്നാണ്
അന്റോണിയോ ബൊസാരി ചോദിച്ചു. അപ്പൊ പോർഷ്യ പറഞ്ഞത്, പ്രാണനാഥ, നമ്മുടെ മട്ടുപ്പാവിൽ ഒരു മെഴുകുതിരി കത്തുന്നത് കണ്ടാവും. ആ മെഴുകുതിരി വെളിച്ചത്തിന് ഈ ലോകത്തെല്ലായിടത്തുള്ള അന്ധകാരത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും വെളിച്ചം വരുമ്പോൾ ഞാൻ കത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു മെഴുകുതിരിയും കെട്ടുപോകുന്നില്ലല്ലോ. ഓരോ മെഴുകുതിരിയും അതിനാവുന്നത്ര അന്ധകാരത്തെ ഇല്ലാതാക്കി സ്വയം കത്തിയമരുന്നു. നമ്മളെല്ലാം ഒരു മെഴുകുതിരിയാവുക എന്നാണ് പോർഷ്യ പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ വെളിച്ചം നാട്ടുവെളിച്ചമാകുന്ന ഒരു മെഴുകുതിരിയാവാം. ലോകം മൊത്തം പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നാവില്ല എന്ന് വാശി പിടിച്ചാൽ ലോകം ഒരിക്കലും നന്നാവില്ല. നമ്മൾ ഓരോരുത്തരും ഒരു മെഴുകുതിരിയാവുക, ഒരു വിളക്കാവുക, ഒരു വെളിച്ചമാവുക. അത്തരത്തിലൊരു വെളിച്ചമായിട്ട് ഈ മൈലച്ചൽ കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള അന്ധകാരമില്ലാതായിട്ട് ഇവിടുന്ന് ഒരു വെളിച്ചവുമായിട്ട് തിരിച്ചു പോകാൻ, ആ വെളിച്ചത്തിലൂടെ, ആ വെളിച്ചത്തിൽ ദൈവത്തെ കാണാൻ, ആ മനസ്സ് വികസിക്കുമ്പോൾ ദൈവം വലുതായി കാണാൻ, സ്നേഹത്തിന്റെ പാതയിലൂടെ ദൈവം സഞ്ചരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഈ കൺവെൻഷൻ നിമിത്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇത്രയും മഹത്തായ ഒരു കൺവെൻഷനിൽ ഒരു പരിചയമില്ലാത്ത എന്നെ, വളരെ ദൂരെയുള്ള എന്നെ വിളിച്ചു വരുത്തിയ ബഹുമാന്യനായ ഡോക്ടർ ജോർജ് ഈപ്പൻ തിരുമേനിക്കും ഇതിന്റെ സംഘാടകർക്കും ആദ്യം തന്നെ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതിനപ്പുറത്ത് ഇത്ര നേരം ഒരു ക്ലാസ്സിലെ കുട്ടികളെ പോലെ എന്റെ മുന്നിൽ കേട്ടിരുന്ന നിങ്ങളോടെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മൈലച്ചൽ കൺവെൻഷൻ സ്ഥലകാല ബോധങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വികസിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നമസ്കാരം.